ഹലോ, ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് മെക്കോണിയം സ്റ്റെയിൻഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നതിനെ പറ്റി ചിന്തിക്കാം. മെക്കോണിയം എന്നത് ബേബിയുടെ ഫസ്റ്റ് സ്റ്റൂളാണ്. അത് സാധാരണയായിട്ട് ഡെലിവറിക്ക് ശേഷം വിത്തിൻ 48 hours ബേബി ഇങ്ങനെ സ്റ്റൂള് പാസ് ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ആംനിയോട്ടിക് കുട്ടി ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഈ മെക്കോണിയം ആംനിയോട്ടിക് ഫ്ലൂയിഡിലേക്ക് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മെക്കോണിയം എന്നുള്ളത് ഈ ബേബിയുടെ ഇൻറ്റസ്റ്റൈനിലുള്ള സെക്രീഷൻസ്, ബൈൽ ആസിഡ്, ബൈൽ സോൾട്ട്, പിന്നെ ബേബിയുടെ സ്കിന്നിൻ്റെ സെൽസ്, ഹെയർ, ഇതൊക്കെ കൂടെ ഉള്ളതാണ്. ഇത് സാധാരണ പ്രസവം കഴിഞ്ഞിട്ടേ കുട്ടി ഫസ്റ്റ് സ്റ്റൂള് പാസ് ചെയ്യാറുള്ളൂ. പക്ഷേ ചിലപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ അത് പാസ് ചെയ്യും. അങ്ങനെ വന്നാൽ അതിനെയാണ് മെക്കോണിയം സ്റ്റെയിൻഡ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിനൊരു ഗ്രീനിഷ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതെല്ലാം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ബേബി ഫീറ്റൽ ഡിസ്ട്രസ് വന്നിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇത് സാധാരണ കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അമ്മയ്ക്ക് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥ, ബുദ്ധിമുട്ടുകൾ വരിക, എക്ലാംസിയ എന്നുള്ള പ്രോബ്ലംസ് വരിക, ചിലപ്പോൾ മറുകുട്ടി വേർപ്പെടുക, അബ്രപ്ഷ്യോ പ്ലാസെൻ്റ എന്നുള്ള പ്രശ്നം വരിക, ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രഗ്നൻസി ഡെലിവറി ആകാത്ത അവസ്ഥകൾ വരിക, അല്ലെങ്കിൽ കുട്ടിയുടെ പുക്കിൾക്കൊടി ആദ്യം ചാടി വരിക, അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലാണ് ഈ മെക്കോണിയം കുട്ടി യൂട്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ പാസ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ വന്നാൽ ഈ കുട്ടി ഇത് കുടിച്ച് ആസ്പിറേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മെക്കോണിയം ആസ്പിറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊച്ചിന് വേണ്ട കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൊച്ചിൻ്റെ ലങ്സിൽ ഈ മെക്കോണിയം പോയിട്ട് അത് ഈ ശ്വാസകോശത്തിലുള്ള അറകളെയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ന്യൂമോതൊറാക്സ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേറ്റർ ഓൺ ചിലപ്പോൾ പ്രൈമറി പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു പ്രോബ്ലവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒരു ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ഡെലിവറി ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ലേബർ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഉടനെ ഡെലിവറി നടക്കണില്ല എന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ ഡയലറ്റേഷനൊക്കെ ആയിട്ടാണെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി വഴി ബേബിനെ പെട്ടെന്ന് ഡെലിവറി ആക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. കുട്ടിക്ക് എക്സ്റേ എടുക്കേണ്ടി വരാം, ഓക്സിജൻ കൊടുക്കേണ്ടി വരാം, പിന്നെ സർഫെക്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ, ഫീറ്റൽ ഡിസ്ട്രസ് വരാനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ ലേബർ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കുട്ടിയുടെ ഹാർട്ട് റേറ്റിൽ വേരിയേഷൻസ് ഉണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് CTG എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഗ്രാഫ് നമ്മളെപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻസ് കാണുകയാണ്, കുട്ടി ഫീറ്റൽ ഡിസ്ട്രസ്സിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായാൽ ഡെലിവറി ത്വരിതപ്പെടുത്തത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും. അതേപോലെ ഈ ലേബർ പ്രോഗ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ വെള്ളം പൊട്ടിച്ചു കൊടുക്കും. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ മെക്കോണിയം സ്റ്റെയിനിങ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡെലിവറി ആക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ കെയർഫുൾ ലേബർ മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ഈ മെക്കോണിയം സ്റ്റെയിനിങ് ഉടനെ കണ്ടുപിടിക്കാനും അതിന് വേണ്ട ഉടനെ ഡെലിവറി ആക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും പറ്റും.